കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇമ്മാനുവേൽ പ്രയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 നമ്മെ വിട്ട് കടന്നുപോയി. പുതിയൊരു വർഷത്തിന്റെ ആരംഭത്തിലേക്ക് നാം കടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 2025 നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളും നന്മകളും ഉണ്ടാകട്ടെ എന്ന കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന ആ വിഷയം ശമൂവേലിന്റെ 2-ാം പുസ്തകം 12-ാം അധ്യായം 7-ാമത്തെ വാക്യമാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ആ മനുഷ്യൻ നീ തന്നെ. അതിൻ്റെ ഒരു പശ്ചാത്തലം നമുക്കറിയാം. ഇസ്രായേലിന്റെ അനുഗ്രഹീതനായ പ്രവാചകൻ രാജാവിന്റെ കൊട്ടാരത്തിൽ കടന്നു ചെന്ന് രാജാവുമായിട്ട് സംഭാഷണം നടത്തിയ കൂട്ടത്തിൽ അദ്ദേഹം ഒരു കഥ പറയുകയുണ്ടായി. ആ കഥയുടെ അവസാനം ദാവീദ് പറഞ്ഞത്, ഞാൻ ഭരിക്കുന്ന രാജ്യത്ത് അനീതിയും അക്രമവും ഇങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അത് മറ്റാരുമല്ല, മറ്റാരെ അന്വേഷിച്ച് പോകണ്ട, മറ്റൊരാളെ ചൂണ്ടിക്കാണിക്കണ്ട, മറ്റൊരാളുടെ പേര് പറയണ്ട, മറ്റൊരാളുടെ മേൽ കുറ്റം ചാർത്തപ്പെടേണ്ട കാര്യമില്ല, മറ്റാരുമല്ല, അത് നീ തന്നെയാണ്, നീയാണ് തെറ്റ് ചെയ്തത് എന്ന് ദാവീദിനോട് പറയുകയാണ്. ദാവീദിന് പെട്ടെന്ന് കുറ്റബോധമുണ്ടാകുകയും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്ക് പുതിയൊരു ഹൃദയം നൽകണമേ, ആ ഹൃദയത്തിൽ പുതിയൊരു ആത്മാവിനെ നിറയ്ക്കണമേ എന്ന് കരഞ്ഞു, ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു. തെറ്റുകൾ ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് മനുഷ്യന്റെ ജീവിതത്തിൽ വരാം. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലല്ലോ. ചില സന്ദർഭങ്ങളിൽ അറിയാതെ പെട്ടുപോകും. നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ നടക്കുന്ന വേളകളിൽ, ഇരിക്കുന്ന വേളകളിൽ, സംസാരിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ മണ്ഡലങ്ങളിലൊക്കെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വരാം. എന്നാൽ അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിടുതൽ എന്ന് പറയുന്നത്. ദാവീദിന് ദൈവം ക്ഷമിച്ചു. തൻ്റെ ഭാരത്തെയും തൻ്റെ പാപത്തെയും തൻ്റെ തെറ്റിനെയും താൻ ഏറ്റുപറഞ്ഞപ്പോൾ യഹോവ ക്ഷമിച്ച് തന്നെ അനുഗ്രഹിപ്പാൻ ഇടയായിത്തീർന്നു. 40-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് കുഴഞ്ഞൊരു ചേറ്റിൽ കിടന്നുകൊണ്ട് വിളിക്കുന്ന ദാവീദ്. 61-ാമത്തെ സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിലവിളിക്കുന്നു എന്ന് പറയുകയാണ്. 70-ാമത്തെ സങ്കീർത്തനം 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ യഹോവേ നീ താമസിക്കരുത്, എന്നെ സഹായിക്കണമേ, എന്നെ നീ വിടിവിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന ഒരു ദാവീദിനെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം വളരെ പ്രയാസകരവും വളരെ ബുദ്ധിമുട്ടും നിറഞ്ഞതായ ജീവിതയാത്രയാണ്. നമ്മൾ കുടുംബമായി പാർക്കുന്നവരാണ്. ഒരുപാട് ഭാരാബ്ദങ്ങളുമായി, ഒരുപാട് സാമ്പത്തിക ഇടപാടുകളുമായി, ഒരുപാട് ജോലി സംബന്ധമായ വിഷയങ്ങളുമായി, ബിസിനസിന്റെ വിഷയങ്ങളുമായി, ശാരീരികമായും മാനസികമായിട്ടും ഒക്കെ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ ഓരോ പ്രിയപ്പെട്ടവരും മുറുകെ പിടിക്കണം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അതിനായിട്ട് ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലനായിരിക്കുന്ന വിശുദ്ധ പൗലോസ് തൻ്റെ വചനത്തിലൊക്കെയും പറയുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്ന ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ നിശ്ചയം എന്നാണ്. അതെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഏവനും, അവന്റെ അടുക്കിലേക്ക് ചെല്ലുന്ന ഏവനും അനുഗ്രഹമാണ്. അപ്പോസ്തലനായിരിക്കുന്ന യാക്കോബ് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ഓരോരുത്തരും അവന്റെ അടുക്കിലേക്ക് അടുത്ത് ചെല്ലുക, അവൻ നിങ്ങളോടും അടുത്ത് വരും. ഒരുവൻ ധീരമായി കിടക്കുന്നെങ്കിൽ മൂപ്പനെ വിളിച്ച് തമ്മിൽ പാവങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു എങ്കിൽ വിടുതൽ പ്രാപിക്കാൻ ഇടയായിത്തീരും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ എല്ലാം ക്രിസ്തീയ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് പ്രതിസന്ധികളുണ്ട്, ഒരുപാട് പോരാട്ടങ്ങളുണ്ട്. അതിൻ്റെ മധ്യത്തിൽ നിങ്ങൾ തളർന്നു പോകരുത്. 2024 പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്, പല കാര്യങ്ങളും നേടിയെടുക്കാൻ വ്യഗ്രത കാട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ വസ്തു സംബന്ധിച്ച്, വീട് സംബന്ധിച്ച്, ജോലി സംബന്ധിച്ച്, യാത്ര സംബന്ധിച്ച്, സാമ്പത്തിക ഇടപാടുകൾ, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കണമെന്നുള്ള വലിയ ആഗ്രഹത്തോടെ നിങ്ങൾ കാത്തിരുന്നിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ അത് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അടുത്ത പുതിയ വർഷം
നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹത്തിന്റെ വർഷമായി, നന്മയുടെ വർഷമായി, വിജയത്തിന്റെ വർഷമായി, ഉയർച്ചകളുടെ വർഷമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിലും എൻ്റെ പിതാവിലും വിശ്വസിപ്പേ. നമുക്കറിയാം, പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 6, 7, 8 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ഭാരവും ഇട്ടുകൊള്ളുക. പ്രതിയോഗിയായിരിക്കുന്നവൻ അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങണമെന്ന് വിചാരിച്ചുകൊണ്ട് ഊടാടി സഞ്ചരിക്കുന്നു. അല്പകാലത്തേക്കുള്ള ഈ കഷ്ടം സാരമില്ല എന്നെണ്ണി നിത്യതേജസ്സനായി വിളിച്ചിരിക്കുന്ന ദൈവം നിങ്ങളെ ഉറപ്പിക്കും. അത് ഈ മരുഭൂമിയിൽ വിശ്വാസത്തോടെ കടന്നു പോകുമ്പോൾ പ്രതികൂലമുണ്ട്, പോരാട്ടമുണ്ട്. അതിന്റെ മധ്യത്തിൽ തളരാതെ നിൽക്കുവാൻ ദൈവം ബലപ്പെടുത്തും. ദൈവശക്തിയോടെ, ദൈവകൃപയോടെ മുൻപോട്ട് പോകുവാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ മരുഭൂപ്രയാണം കഴിഞ്ഞ കാല ഭക്തന്മാരെ നോക്കിയാൽ അവർക്ക് ഒരുപാട് കഷ്ടതയിലൂടെ വന്നവരാണ്, ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചവരാണ്. അവരൊക്കെ ക്രൂശിനെ നോക്കി യാത്ര ചെയ്തവരാണ്. പാട്ടുകാരനൊക്കെ പാടിയത് ലോകമാം ഗംഭീര വാരിധിയിൽ വിശ്വാസ കപ്പലിലോടിയിട്ട് നിത്യ വീടുണ്ടെന്നവിടെയെത്തി കർത്തനോടുകൂടെ വിശ്രമിക്കാം. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വെച്ചിടോ രക്ഷകനായി, അന്ത്യശ്വാസം വരെയും ജീവൻ വെച്ചിടും അന്ത്യശ്വാസം വരെയും. കഴിഞ്ഞകാല ഭക്തന്മാർ ഈ മരുഭൂപ്രയാണത്തിൽ തളർച്ചയിലും വേദനകളിലും ദുഃഖത്തിലും ദുരിതത്തിലും സങ്കടത്തിലും നൊമ്പരത്തിലും ഒറ്റപ്പെട്ട വേളകളിലും അവർ പാടി ആശ്വാസം കണ്ടെത്തി. ആശ്വാസം അവരെ ബലപ്പെടുത്തി, അതവരെ ശക്തീകരിച്ചു. അതുകൊണ്ട് ഈ ലോകത്തിൽ ഏതെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും ഞാൻ തളരുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ യാത്ര ചെയ്തു. അതെ, അവരെ നോക്കി നമുക്കും യാത്ര ചെയ്യാം. അവരെ നോക്കി നമുക്ക് മുന്നോട്ട് തന്നെ യാത്ര ചെയ്യാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സമസ്ത പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി പുതിയ വർഷത്തിന്റെ ആരംഭത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണം. ഈ 2025 ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ പുതിയ അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ പ്രാപിക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്രത്തോളം അനുഗ്രഹിച്ചുണ്ട് പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, അവരെല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. രോഗികളായി കഴിയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലിയോടുള്ള ബന്ധത്തിൽ സ്വദേശത്തും വിദേശത്തും ഗൾഫിലും യൂറോപ്യൻ രാജ്യത്തിലും അമേരിക്കയിലുമായിട്ട് അനേക ആളുകളും ബിസിനസ് ചെയ്യുന്നവരുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്, പഠിക്കാൻ പോയ കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം. നന്മകളും അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണം, മഹത്വം എടുക്കണം. രക്ഷകന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവങ്ങളെ ശക്തീകരിക്കും.